കാസർഗോഡ് കുമ്പള പ്രമോദ് വധക്കേസിലെ CPIM പ്രവർത്തകരുടെ ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു. ജീവപര്യന്തം ശിക്ഷയ്ക്കെതിരെ 10 പ്രതികൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. വിവരങ്ങളുമായി ഷബ്ന സിയാദാണ് നമുക്കൊപ്പം ചേരുന്നത്. ഷബ്ന, എന്തൊക്കെയാണ് വിശദാംശം? ബിനിൽ 10 CPM പ്രവർത്തകരായിരുന്നു ഈ കേസിലെ പ്രതികൾ. 2007 ഈ സംഭവം. 2007 ഓഗസ്റ്റ് 16 രാവിലെ RSS പ്രവർത്തകനായ പ്രമോദിനെ CPM പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തി എന്ന കേസാണ്. തലശ്ശേരി സെഷൻസ് കോടതിയാണ് ഈ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. 10 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയായിരുന്നു വിധിച്ചിരുന്നത്. ഇവർ ഇതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു. എന്നാൽ ഹൈക്കോടതി ഇപ്പോൾ അപ്പീൽ തള്ളിയിരിക്കുന്നു. ഹൈക്കോടതി വ്യക്തമാക്കിയത് പ്രതികൾ കുറ്റം ചെയ്തു എന്നതിന് കൃത്യമായ പ്രോസിക്യൂഷൻ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിചാരണ കോടതിയുടെ നടപടിയിൽ തെറ്റില്ല എന്ന് തന്നെയാണ്. ഈ കേസിലെ പ്രതികൾ മൂരാട്ട്, ചോദ്യയിൽ തെറ്റെടുത്ത് ബാലകൃഷ്ണൻ, അതോടൊപ്പം തന്നെ മനോഹരൻ, പവിത്രൻ, ദിനേശൻ, ധനേഷ്, ഷാജി, അതുപോലെ വിപിൻ, സുരേഷ്, റിജേഷ്, ഷമിൽ, ശശി, ഇത്തരം 10 പ്രതികളാണ് ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടത്. ഇവരുടെ ശിക്ഷ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയാണ് ഉണ്ടായത്. ഇവർക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഷബ്ന, എന്നായിരുന്നു ഈ സംഭവം ഉണ്ടായത്? എന്നാണ് ഈ കൊലപാതകം നടന്നത്? 2007 ഇത്തരത്തിൽ രാഷ്ട്രീയ വൈരാഗ്യം മൂലം കൊലപ്പെടുത്തി എന്നതാണ്. 2007 ഓഗസ്റ്റ് 16 രാവിലെ ഈ പ്രമോദിനെ CPM പ്രവർത്തകർ വളഞ്ഞിട്ട് വെട്ടിക്കൊലപ്പെടുത്തി എന്നതാണ് കേസ്. അതിനുശേഷം ഈ കേസിൽ തലശ്ശേരി കോടതിയായിരുന്നു വിചാരണ നടത്തിയിരുന്നത്. പിന്നീടാണ് തലശ്ശേരി കോടതി വിചാരണ നടത്തി പ്രതികൾ എല്ലാവരും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുകയും ഇവർക്ക് 10 പേർക്കും ജീവപര്യന്തം തടവ് ശിക്ഷിക്കുകയും ചെയ്ത്. അതിനെതിരെയാണ് ഇപ്പോൾ ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയും ഇവരുടെ ശിക്ഷ ഇപ്പോൾ ശരിവെച്ചിരിക്കുന്നു. ശരി, വ്യക്തമാണ്. ഷബ്ന സിയാദാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് കുമ്പള പ്രമോദ് വധക്കേസിലെ പ്രതികളായിട്ടുള്ള CPIM പ്രവർത്തകരുടെ ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചിരിക്കുകയാണ്.